കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് പ്രധാനമന്ത്രിയും സംഘവും പുറപ്പെടുമ്പോൾ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൈ ചേർത്ത് പിടിക്കുന്ന പ്രധാനമന്ത്രിയെ ഒപ്പമുണ്ട് എന്ന ഉറപ്പാണ് പ്രധാനമന്ത്രി അന്ന് ആ പ്രകൃതിക്ഷോഭമുണ്ടായ ഉരുൾപൊട്ടലുണ്ടായ ദിവസം തന്നെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ചിരുന്നു. മുഖ്യമന്ത്രി തന്നെ അക്കാര്യം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഒപ്പമുണ്ട് ഞാൻ എന്ന് പ്രധാനമന്ത്രി അന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഇന്നിപ്പോൾ 10-ാം തീയതി ഇവിടേക്ക് നേരിട്ടെത്തുന്നു. മുഖ്യമന്ത്രിയുടെ കൈ ചേർത്ത് പിടിക്കുന്നു. ഇരുവരും ഒന്നിച്ചുള്ള ഹെലികോപ്റ്റർ അതാ പറന്നുയരുകയാണ്. കേന്ദ്രവും സംസ്ഥാനവും രണ്ടല്ല ഒന്നാണ്. ഒരു ദുരന്തവേളയിൽ ഒന്നിച്ചു നിൽക്കേണ്ടവരാണ് നാം എല്ലാവരും എന്ന സന്ദേശവുമായി ആ ഹെലികോപ്റ്റർ ദുരന്തബാധിത മേഖലയിലേക്ക് പറന്നുയരുകയാണ്. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒരേ കോപ്റ്ററിലാണ് യാത്ര ചെയ്യുക. ഇപ്പോൾ ആ കോപ്റ്ററുകൾ ഇവിടെ നിന്ന് പറന്നുയരുന്നു. VS രഞ്ജിത്തിലേക്ക് പോകാം. VS രഞ്ജിത്ത്, ഇവിടെ നിന്ന് പ്രധാനമന്ത്രിയും സംഘവും യാത്ര തിരിച്ചിരിക്കുന്നു കണ്ണൂരിൽ നിന്ന്. ഇനി ഒരു അല്പസമയത്തിനകം തന്നെ ഇവിടെ കൽപ്പറ്റ ഹെലിപ്പാഡിലേക്ക് പ്രധാനമന്ത്രി വന്നിറങ്ങും. മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും അടങ്ങുന്ന സംഘം ഇങ്ങോട്ട് വന്നിറങ്ങും. റോഡ് മാർഗത്തിൽ ഇങ്ങോട്ട് അദ്ദേഹത്തിന് ഈ ചൂരൽമല ഭാഗത്തേക്ക് പോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആകാശ നിരീക്ഷണമാണ് ആദ്യം നടക്കുന്നതെങ്കിൽ ഇവിടെ കൽപ്പറ്റയിലേക്ക് വന്നിറങ്ങില്ല. ആകാശ നിരീക്ഷണം ഉണ്ടെങ്കിൽ അദ്ദേഹം നേരിട്ട് ഈ പറയുന്ന കണ്ണൂരിലെ വിമാനത്താവളത്തിൽ നിന്ന് നേരിട്ട് ആകാശ നിരീക്ഷണത്തിന് വേണ്ടി ഈ ചൂരൽമല ഭാഗത്തേക്ക് പോകും. ആകാശ നിരീക്ഷണം നടത്തിയാൽ പോലും ബെയിലി പാലത്തിന് സമീപത്തെത്തി അവിടുത്തെ കരസേന അംഗങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണം ഒരുക്കിയത് കൊണ്ട് തന്നെ ഇവിടെ നേരിട്ട് കൽപ്പറ്റയിലെ ഗ്രൗണ്ടിൽ വന്നിറങ്ങിയ ശേഷം റോഡ് മാർഗവും ചൂരൽമല ഭാഗത്തേക്ക് അദ്ദേഹം പോകുന്നുണ്ട്. ഇനി അതല്ല, നേരിട്ട് ഈ കൽപ്പറ്റ ഗ്രൗണ്ടിലാണ് ഇറങ്ങുന്നതെങ്കിൽ ഇവിടെ നിന്ന് റോഡ് മാർഗത്തിൽ ബെയിലി പാലത്തിനടുത്തേക്ക് പോയി അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് അതേ വാഹനത്തിൽ തന്നെ ബെയിലി പാലം വഴി മുന്നോട്ട് മുണ്ടക്കൈ ഭാഗത്തേക്കും അതുപോലെ പുഞ്ചിരിമട്ടം ഭാഗത്തേക്കും ഒക്കെ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ സാധിക്കും. അവിടെ ഇറങ്ങി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് നേരിട്ട് ആ കാഴ്ചകൾ കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ഏതായാലും അല്പസമയത്തിനകം അദ്ദേഹം കൽപ്പറ്റയിലേക്ക് എത്തും. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഇനി അത് അരമണിക്കൂറിനുള്ളിലുള്ള സമയം മാത്രം മതി ഇങ്ങോട്ട് എത്താൻ വേണ്ടി. അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകിൽ ആകാശ നിരീക്ഷണം നടത്തിയ ശേഷം ഇവിടേക്ക് വന്നിറങ്ങും. അതല്ല, നേരിട്ട് റോഡ് മാർഗമാണ് ബെയിലി പാലത്തിൻ്റെ സമീപത്തേക്ക് പോകുന്നതെങ്കിൽ നേരിട്ട് ഈ ഹെലിപ്പാഡിലേക്കായിരിക്കും വന്നിറങ്ങുക. ഇവിടെ ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. BJPയുടെ നേതാക്കന്മാരുണ്ട്, ഉദ്യോഗസ്ഥന്മാർ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും പ്രധാനമന്ത്രിയും ഒരുമിച്ചായിരിക്കും ഈ സ്ഥലത്തേക്ക് പോവുക. ചീഫ് സെക്രട്ടറി ആ സംഘത്തിന് ഒപ്പമുണ്ടായിരിക്കും. അവർ വിശദമായി തന്നെ ഈ സംഭവ സ്ഥലം സന്ദർശിച്ച് ഓരോ സ്ഥലത്തു നിന്നുമുള്ള കാഴ്ചകൾ കാണുകയും അത് വിശദീകരിച്ച് പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. പ്രത്യേകിച്ച് ആ ഭാഗത്ത് ഒറ്റപ്പെട്ടു പോയ വീടുകളുണ്ട്. മുണ്ടക്കയും ചൂരൽമലയും മാത്രമല്ല, അതിന് മുകളിലേക്ക് അട്ടമലയും അരണമലയും ഒക്കെ ഉണ്ട്. ആ ഭാഗത്ത് ദുരന്തമെത്തിയില്ലെങ്കിൽ കൂടി ചൂരൽമല നശിച്ചു പോകുന്നതോടുകൂടി തന്നെ അട്ടമലയും അരണമലയും ഒക്കെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തുള്ള ആളുകളെ അവിടെ നിന്ന് പുനരധിവസിപ്പിക്കുന്നതോട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. തീർച്ചയായും VS രഞ്ജിത്ത്, ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഒരു നാടിനെ വീണ്ടെടുക്കാനുള്ള ശ്രമം കേരളം ഒന്നാകെ, മലയാളി ഒന്നാകെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വിവേചനം ഉണ്ടാകില്ല, ഒപ്പമുണ്ടാകുമെന്നുള്ള ഉറപ്പ് അത് ദില്ലിയിൽ ഇരുന്നു കൊണ്ടല്ല വയനാട്ടിലെത്തി പ്രധാനമന്ത്രി നൽകുന്നു എന്നത് അത് ഒരു നാടിന്റെ സമഗ്രമായ പുനരധിവാസമാണ് ഇനി വേണ്ടത്. വയനാട് കാത്തിരിക്കുന്നത് അതിനുവേണ്ടിയാണ്. മുണ്ടക്കൈ ചൂരൽമല മേഖല മാത്രമല്ല, തകർന്നു കിടക്കുന്ന വയനാടിന് പൂർണ്ണമായ ഒരു പുനരുജ്ജീവനം നൽകുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടാകുമോ? കാരണം 3 മണിക്കൂർ സമയം ഒരു ദുരന്തബാധിത മേഖലയിൽ ഉണ്ടാകും എന്ന് ദില്ലിയിൽ നിന്ന് തന്നെ പ്രധാനമന്ത്രി പറയുകയാണ്. അതനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിലും വരുത്തിയിരിക്കുകയാണ്. ഉത്തരാഖണ്ഡ് അടക്കമുള്ള മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടായ സ്ഥലങ്ങളിലേക്കൊക്കെ എത്തുമ്പോഴും പ്രധാനമന്ത്രി ഇത്രയധികം സമയം അവിടെ ചെലവഴിച്ചതായി സമീപകാലത്ത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ വയനാട്ടിലേക്ക്, കേരളത്തിന്റെ വിളി കേട്ട് കേരളത്തിലേക്ക് എത്തുകയാണ് പ്രധാനമന്ത്രി. അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ പറയുന്നു 3 മണിക്കൂർ സമയം ഇവിടെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം അറിയിച്ചതെന്ന്. തീർച്ചയായിട്ടും ഇതിൽ രാഷ്ട്രീയമില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനം. രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്നലെ ചൂരൽമലയെത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശനും അത് ആവർത്തിച്ചു. പ്രധാനമന്ത്രി വരുന്നത് വയനാടിനും കേരളത്തിനുമൊക്കെ ഗുണകരമായിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് അവർ വെച്ചു പുലർത്തിയത്. മന്ത്രിമാരാകട്ടെ, പ്രതിപക്ഷ നേതാവാകട്ടെ, പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരാകട്ടെ, മാത്രമല്ല BJPയുടെ സംസ്ഥാന നേതാക്കന്മാർ ഉൾപ്പെടെ വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. സംസ്ഥാനം ആവശ്യപ്പെട്ട പ്രകാരത്തിലുള്ള ഒരു സഹായം കേരളത്തിന് ലഭ്യമാകും
സാധ്യമാക്കണം എന്നുള്ള കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശന വേളയിൽ എടുത്തു പറയാൻ സാധിക്കുക. ഇന്നലെ കുറേ ആശങ്കകൾ പങ്കുവച്ചു എന്നുള്ളത് ശരിയാണ്. കാരണം പ്രധാനമന്ത്രി എത്തുമ്പോൾ എത്രത്തോളം പാക്കേജുകളായി പ്രഖ്യാപിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ അതിൽ കേരളം ആവശ്യപ്പെട്ട പ്രകാരം ഒരു 2000 കോടിയുടെ പദ്ധതി അത് പ്രഖ്യാപിക്കപ്പെടുമോ എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം തന്നെ 1200 കോടിയുടെ നാശനഷ്ടങ്ങൾ ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമറ്റത്തുമൊക്കെയായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഈ 1100 കോടിയുടെ നാശനഷ്ടമുണ്ടായ പ്രദേശത്ത് അവിടെ ഒരു പുനർനിർമ്മാണ പ്രവർത്തനം നടക്കണമെങ്കിൽ 2000 കോടിയുടെ പദ്ധതിയെങ്കിലും പ്രഖ്യാപിക്കപ്പെടണം എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കണക്കാക്കുന്നത്.